ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ ഇഷ്ടംപോലെ കാരണമുണ്ട്. വേണോ കാരണം? ഓക്കെ, ഇസ്ലാം ജനാധിപത്യ വിരുദ്ധമാണ്, ഇസ്ലാം മാനവിക വിരുദ്ധമാണ്, ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇസ്ലാം ആന്റൈ സെക്യുലർ ആണ്, ഇസ്ലാം മിസോജിനിസ്റ്റിക് ആണ്, ഇസ്ലാം ബാലവിരുദ്ധമാണ്, ഇസ്ലാം ആധുനികതയ്ക്കെതിരാണ്, ഇസ്ലാം 6-ാം നൂറ്റാണ്ടിലെ സാധനമാണ്. ഇനി എന്താ വേണ്ടേ? ഓ, ഞാൻ എക്സ് മുസ്ലിം ആണ്, എനിക്കിപ്പോ ഇസ്ലാമാണ് എന്റെ ചരക്ക്. അറിയണോ തനിക്ക്? ഇവിടെ ഞങ്ങൾ കട്ടുമുടിക്കും, എന്നിട്ട് ഈ കൊച്ചു കൊട്ടാരം കുളം തോണ്ടും. ഞാൻ ഇസ്ലാമിനെ തൂക്കി വിട്ട് ജീവിക്കുന്ന ഒരു സ്ക്രാപ്പ് കച്ചവടക്കാരാണ്. ഇസ്ലാമിനെ സ്ക്രാപ്പ് ചെയ്യലാണ് എന്റെ പണി. ഓക്കെ, അവസാനമായിട്ട് ചോദിക്കേണ്, ഒഴിഞ്ഞു പോവാൻ പറ്റുമോ ഇല്ലയോ? ഇവിടെ കൂടിയിരിക്കണ എച്ചീനെ ഒഴിപ്പിക്കാതെ നമ്മൾ ഇവിടെ ഒഴിഞ്ഞു പോണ പ്രശ്നം ഇല്ല എന്റെ ഉസ്താദേ. ഇസ്ലാമിനെ സ്ക്രാപ്പ് ചെയ്യാ. അപ്പൊ നിങ്ങള് എന്തോരം കലാപം ഹിന്ദുസ് നടത്തുന്നുണ്ട്? അങ്ങനല്ലേ ഹിന്ദു ഏതാ കലാപം? ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ രണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഏതാ കലാപം? ഗുജറാത്ത് കലാപം എന്തായിരുന്നു പറയൂ? എന്താ ഗുജറാത്ത് കലാപം? എന്തായിരുന്നു അതിന്റെ കാരണം ആ കലാപത്തിന്റെ? അതെനിക്കറിയില്ല. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. ഗോദറിൽ തീ മറ്റേ ട്രെയിൻ തീ വെച്ചതാരാ? എല്ലാരും വിളിച്ചു സമ്മതിച്ചോ? പെട്ടെന്ന് സമ്മതിക്കല്ലേ, നമുക്കൊന്ന് വരസിയിട്ടൊക്കെ സമ്മതിക്കും. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചടാ? അതൊക്കെ എന്റെ അച്ഛൻ പറഞ്ഞു തന്നാ. എനിക്കുമുണ്ടായിരുന്നു ഒരച്ഛൻ. കേരളത്തിന്റെ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചപ്പോ പറയാ ഇന്ത്യ. അതായത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ആ വേഗവിരൽ ചോദ്യം ഇതാ. ജൂത കൂട്ടക്കൊല നടത്തുന്ന വേളയിൽ കുറച്ച് ആളുകളെ പിടിച്ചപ്പോൾ അവർ മുതിർന്നവരാണോ അവർ കുട്ടികളാണോ എന്ന് അറിയാതെ വന്നപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടി മുണ്ട് പൊക്കി നോക്കി രോമ വളർച്ചയുള്ള ആളുകളുടെ തല വെട്ടാൻ പറഞ്ഞ വ്യക്തി ആരാണ്? ഇനി രക്ഷയില്ല. ഓപ്ഷൻസ് 1 ഷാറുഖ് ഖാൻ, ഓപ്ഷൻ 2 അമീർ ഖാൻ, ഓപ്ഷൻ 3 സൽമാൻ ഖാൻ, ഓപ്ഷൻ 4 മുഹമ്മദ് നബി. അതാ പറഞ്ഞേ? ഇസ്ലാം ഒരു പേപ്പട്ടി മതമാണ്, അതുകൊണ്ട് ഇസ്ലാം ഒരു പേ പിടിച്ച മതമായതുകൊണ്ട് പേപ്പട്ടി മതം. ഇതൊക്കെ തന്നെ പ്രശ്നം. ഇപ്പൊ പഹൽഗാമിൽ മുണ്ട് പൊക്കി നോക്കിയത് ആരാണ്? ഏത് മതക്കാരാ? തീവ്രവാദികൾ ചെയ്ത കാര്യം ഞാൻ ചോദിക്കണം, നല്ല മനുഷ്യന്മാരുടെ കാര്യമില്ല. ഒസാമ ബിൻ ലാദനെ കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടിയെ കൊണ്ടുവരരുത്. ഓക്കെ, നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ആ ടൂറിസ്റ്റുകളായിട്ടുള്ള കാഫിറുകളായിട്ടുള്ള ടൂറിസ്റ്റുകളുടെ മുണ്ട് പൊക്കി നോക്കി അവരെ കലിമ ചൊല്ലിച്ച ആളുകളുടെ മതം ഏതാണ്? അപ്പൊ അത് തണ്ടിത്തരം അവര് ചെയ്തത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യല്ലേ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അപ്പൊ ഗസ്വ ഹിന്ദ് ഇസ്ലാമിലുള്ളതല്ലേ? ഗസ്വ ഹിന്ദ് ഇസ്ലാമിൽ അല്ല, ആദ്യം കണ്ടി നമ്മൾ തന്നെ. അത് പോട്ടെ, ഗസ്വ ഹിന്ദ് ഇസ്ലാമിലില്ലേ? അത് നിങ്ങളെ അറിയില്ല. പിടിച്ച് കേട്ടോടോ ഈ ഉടായ്പിനെ. ഞാൻ പറയിപ്പിക്കാൻ സത്യം. ഇസ്ലാമോഫോബിയ എന്നൊന്നും നമ്മളിപ്പോ പറയില്ല. ഇന്ന് ഇപ്പൊ ഇസ്ലാമിനെ കേൾക്കുമ്പോൾ ആളുകൾക്ക് കോമഡിയാണ്. പണ്ടായിരുന്നു പേടിയൊക്കെ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ക്ഷമിക്കുന്നു. ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ്. കൂടുതൽ എന്തെങ്കിലും പറയാണ്ടോ മെഴുകലല്ലാതെ? അമ്മായി എന്ത് പറഞ്ഞു? ഒന്നുമില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.